അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. നിങ്ങൾ തന്നെ ഈ സമയം വ്യത്യസ്ത ദിശയിലേക്ക് വലിക്കപ്പെടുന്നതായി അനുഭവപ്പെട്ടേക്കാം. ഈ വികാരം ജോലിയിൽ നിന്നോ വീട്ടിൽ നിന്നോ വന്നേക്കാം. ഇന്ന് നിങ്ങൾ ജോലിയിലും ഉത്തരവാദിത്തത്തിലും ശ്രദ്ധ കൂടുതൽ ചെലുത്തണം. അത് താഴോട്ട് പോകരുത്. എല്ലാം ഉടനെ തന്നെ ശരിയാകും. അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നിൽക്കുക. ഏരിസ് റൊമാൻസ്. ഇന്ന് നിങ്ങൾ നോക്കുന്നിടത്തൊക്കെ അനുരാഗം കാണും. അത് നിങ്ങൾ ഒറ്റയ്ക്കുള്ള വ്യക്തിയായതുകൊണ്ട് പങ്കാളിയോട് കൂടിയുള്ളതാകട്ടെ. നിങ്ങളുടെ കയ്യിലുള്ള അധിക സമയം നിങ്ങൾക്ക് ഇന്ന് കൂടുതൽ ക്രിയാത്മകമാകുവാനും അങ്ങനെ നിങ്ങളുടെ വികാരങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് തീരുമാനിക്കുവാനുമുള്ള അവസരം തരും. നിങ്ങൾക്കൊരു പങ്കാളിയുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെ അനുരാഗപൂർണമായ ഒരു പ്രവൃത്തി കൊണ്ട് ആശ്ചര്യപ്പെടുത്തുവാൻ നോക്കുക. അവർ അത് ശ്രദ്ധിക്കും, നിങ്ങളെ അനുമോദിക്കുകയും ചെയ്യും. ഏരിസ് കരിയർ. ഈയിടെയായി നിങ്ങൾക്ക് തൊഴിലില്ലായിരുന്നുവെങ്കിൽ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഒരു നീക്കമുണ്ടാകുവാനായി പരിശ്രമിക്കുകയായിരുന്നു. വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുക. ജോലിയുടെ പാതയിലേക്ക് തന്നെ കണ്ണും നട്ടിരിക്കുക. ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നിടത്തായിരിക്കാമത്. ഏരിസ് ഫൈനാൻസ്. സാമ്പത്തിക രംഗത്തും നിക്ഷേപകാര്യത്തിലും ഇന്ന് നിങ്ങൾ ഒരു റിസ്ക്കും എടുക്കുവാൻ തയ്യാറാകില്ല. നിങ്ങൾ സുരക്ഷിതമായ നിക്ഷേപങ്ങൾ മാത്രം തിരയുകയാണ്. ദീർഘകാലത്തേക്ക് സുസ്ഥിരമായ ഒരു വരുമാനമാണ് നിങ്ങളുടെ ലക്ഷ്യം. എടുത്തുചാടി ഒരു സാമ്പത്തിക തീരുമാനങ്ങളും ഇന്ന് എടുക്കരുത്. നിങ്ങളുടെ ഇപ്പോഴത്തെ വഴി തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യവും. ഏരിസ് ഹെൽത്ത്. ഇന്ന് നിങ്ങളുടെ തൊലി ജ്വലിക്കുന്നതായും ആരോഗ്യം വമിക്കുന്നതായും തോന്നും. നിങ്ങൾ ലോകത്തിന്റെ ഉച്ചിയിലെന്ന് തോന്നും. ഈയിടെയായി നിങ്ങളുടെ തൊലിക്ക് എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നുവെങ്കിൽ അതിന് വളരെ വ്യത്യാസം തോന്നും. ഇത് എത്രയും നന്നായി ഉപയോഗിക്കുക. ടോറസ് ഓവർവ്യൂ. സാമൂഹ്യ പരിപാടികൾക്കായി കുറച്ചു സമയം ആരെങ്കിലും ചോദിച്ചാൽ അതിൽ ചേരുക. അത് എത്രമാത്രം ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷവും അത് നിങ്ങൾക്ക് സംതൃപ്തിയും തരും. അതിൽ തുടരുന്നതിനാൽ സന്തോഷവും ആനന്ദവും ലഭിക്കും. ടോറസ് റൊമാൻസ്. അനുരാഗത്തിന്റെ കാര്യത്തിൽ ഇന്ന് നിങ്ങൾക്ക് കാണുന്നത് ഒരു പുനഃസമാഗമമാണ്. വളരെ കാലമായി നിങ്ങൾ കണ്ടുമുട്ടാതിരുന്ന ഒരു പഴയ പങ്കാളി അല്ലെങ്കിൽ വളരെ കാലമായി മനസ്സിൽ ഒരാഗ്രഹമായി കൊണ്ടു നടന്നിരുന്ന ഒരു വ്യക്തി ഇന്ന് നിങ്ങളെ സന്ദർശിക്കും. ഈ അതിഥി ഒരു ആശ്ചര്യമായി എത്തും. നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിക്കും. ഈ അവസരം പാഴാക്കരുത്. ഓർമ്മകൾ ഒന്നുകൂടി പുതുക്കി പഴയ ചങ്ങാത്തം വീണ്ടെടുക്കാനാകുമോ എന്ന് ശ്രമിക്കുക. ടോറസ് കരിയർ. ഔദ്യോഗിക രംഗത്ത് സാമ്പത്തിക രംഗത്തും ഇന്ന് ഉൽപാദനക്ഷമത നിറഞ്ഞ ദിവസമായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന സ്ഥാനക്കയറ്റം ഇന്ന് നിങ്ങളെ തേടിയെത്തും. അല്ലെങ്കിൽ അത് അടുത്തു തന്നെ യാഥാർത്ഥ്യമാകും. നിങ്ങളുടെ ജോലിസ്ഥലത്തിനോടുള്ള പ്രതിജ്ഞാബദ്ധതയ്ക്കും കൂറിനും ഇന്ന് പ്രതിഫലം ലഭിക്കും. നിങ്ങളുടെ അസൂയാർഹമായ പ്രയത്നങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ടോറസ് ഫൈനാൻസ്. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും അല്ലെങ്കിൽ അടുത്ത സുഹൃത്ത് വലയത്തിൽ നിന്നാരെങ്കിലും നിങ്ങളോട് പണം കടം ചോദിക്കുമെന്ന് ഉറപ്പിക്കുക. നല്ലവണ്ണം ആലോചിച്ച് മാത്രം കടം കൊടുക്കുക. കാരണം ഈ കടം തിരിച്ചു കിട്ടുവാൻ വളരെ സമയമെടുക്കും. ഇന്ന് ഇങ്ങനെയൊരു അവസ്ഥയിൽ എത്തിപ്പെടാതിരിക്കുവാൻ ശ്രമിക്കുകയാണ് ഉത്തമം. ടോറസ് ഹെൽത്ത്. നിങ്ങൾക്ക് സന്ധിവേദനയുടെ ആസക്തി ഉണ്ടെങ്കിൽ ഇന്ന് അതിൽ നിന്നും കുറച്ച് കുറവ് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ശരീരം അയവുള്ളതും ശക്തിയുള്ളതുമാകുവാനായി നിങ്ങൾക്ക് ഇന്ന് കുറച്ച് ലളിത വ്യായാമങ്ങൾ ചെയ്യുവാനാകും. ചെറിയ ചെറിയ സന്ധിവേദനകളുടെ കാര്യം പറഞ്ഞ് വ്യായാമം ഒഴിവാക്കരുത്. അത് രോഗപ്രതിരോധ ശേഷി കുറയ്ക്കും. ഇന്ന് ആരോഗ്യത്തിന് മുൻഗണന നൽകുക. അങ്ങനെ തീരുമാനിച്ചതിൽ പിന്നീട് നിങ്ങൾ ആനന്ദിക്കും. ജെമിനി ഓവർവ്യൂ. നിങ്ങളിൽ തളം കെട്ടി നിൽക്കുന്ന അക്കാദമികവും വിദ്യാഭ്യാസപരവുമായ കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരുവാനുള്ള പറ്റിയ സമയമാണ് ഇന്ന്. നിങ്ങൾ മാനസികവും അക്കാദമികവുമായ കാര്യങ്ങളുടെ ഉന്നമനത്തിനായി ചെയ്യുന്ന പ്രയത്നങ്ങൾക്ക് ഫലം കാണും. മാനസിക വ്യക്തതയും പുതിയ കാര്യങ്ങൾ അറിയുവാനുള്ള വ്യഗ്രതയും ഇന്ന് കൂടുതലായിരിക്കും. ജെമിനി റൊമാൻസ്. നിങ്ങളുടെ പങ്കാളിയുടെ സ്നേഹത്തിന്റെ ഊഷ്മളത അറിയുവാനും അവർക്കതുപോലെ സ്നേഹം തിരിച്ചു നൽകുവാനുമുള്ള ദിനമാണ്. ഇന്ന് അനുരാഗത്തിന് അനുയോജ്യമായ ദിനമാണ്. അതുകൊണ്ട് തന്നെ ഈ അവസരം പൂർണ്ണമായും മുതലാക്കുക. ദീർഘകാലമായി പങ്കാളികളായിരിക്കുന്നവർ അവരുടെ ഈ ദീർഘകാല ബന്ധത്തിന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകും. ഒറ്റയ്ക്കുള്ളവരാകട്ടെ പ്രേമസാഫല്യം സാധ്യമാണെന്ന് ഇന്ന് അറിയുകയും ചെയ്യും. അനുരാഗം ആസ്വദിക്കുക. ജെമിനി കരിയർ. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് ശുഭകരമായ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾ നിങ്ങളുടെ ജോലി ശ്രദ്ധിക്കപ്പെടാതെയുള്ള ഒരു സന്നിഗ്ധ ഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഒരു പുതിയ ജോലിയും അതുവഴി സുരക്ഷിതത്വവും നിങ്ങളെ തേടിയെത്തും. ഈ ശുഭവികാസത്തിന്റെ മുഴുവൻ ഗുണങ്ങളും പ്രയോജനപ്പെടുത്തുക. ജെമിനി ഫൈനാൻസ്.
വ്യാപാര ആവശ്യത്തിനായുള്ള ഒരു ചെറിയ യാത്ര ഇന്ന് നല്ല ഫലം നൽകും. ഈ യാത്രയിൽ ഒരുപക്ഷെ നല്ല ബന്ധമുള്ള വ്യക്തികളുമായി പരിചയപ്പെടുവാനും അതുവഴി നിങ്ങളുടെ വ്യാപാരത്തെ പുതിയ ഉയരത്തിലേക്ക് എത്തിക്കുവാനുമാകും. ഈ യാത്രയിലൂടെ ചെയ്യപ്പെടുന്ന നിക്ഷേപങ്ങൾക്ക് നല്ല സാമ്പത്തിക ഫലം ലഭിക്കും. അതുകൊണ്ട് തന്നെ ആ പ്രസന്റേഷനുകളും നിങ്ങളുടെ ബിസിനസ് കാർഡുകളും കഴിയാവുന്നത്ര വിതരണം ചെയ്യുക. ഈ കൂട്ടുകൂടലിന് ഗുണമുണ്ടാകും. ജെമിനി ഹെൽത്ത്. ഇന്നത്തെ ദിനത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ചെറിയ അപായ സൂചനയുണ്ട്. തട്ടി വീഴുക, മറിഞ്ഞു വീഴുക തുടങ്ങിയ ചെറിയ അപായങ്ങൾ വഴി തലയ്ക്ക് സംഭവിക്കാവുന്ന മുറിവുകളും ഇതിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ ആപത്തുകൾ ഒഴിവാക്കാനായി നിങ്ങൾ എവിടെ എങ്ങനെ നടക്കുന്നുവെന്നും കാൽ എവിടെ വെക്കുന്നുവെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. ക്യാൻസർ ഓവർവ്യൂ. ഇന്ന് നിങ്ങൾക്ക് വിരസമായ ദിവസമായിരിക്കും. എങ്ങനെയായാലും നിങ്ങൾ നോക്കുന്നത് എങ്ങനെ ജീവിതത്തിലെ ന്യൂനതകളെ മാറ്റാമെന്നാണ്. ചില ദിവസങ്ങളിലെ പരാതികൾ ചിലപ്പോൾ പ്രയോജനകരമായിരിക്കും. പൊതുവെ ഈ അവസ്ഥ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാവും. നിങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്നതിനായി നിങ്ങൾ മനഃപൂർവ്വം ചില നടപടികൾ കൈക്കൊള്ളണം. അത് നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഗുണകരമായിരിക്കും. ക്യാൻസർ റൊമാൻസ്. നിങ്ങളുടെ പങ്കാളിക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ സത്യമായും നിങ്ങൾ തേടുന്ന ദിനമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഗുണങ്ങൾക്കായി ആവശ്യമില്ലാത്തിടത്തൊക്കെ തിരയുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധമാകുക. എന്നിട്ട് ദീർഘകാല ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുക. നിങ്ങളെ ബഹുമാനിക്കുകയും വരും വർഷങ്ങൾ നിങ്ങൾക്ക് സന്തോഷം പകരുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുക. ക്യാൻസർ കരിയർ. തൊഴിൽ സംബന്ധമായി തൊഴിൽ ഉപദേഷ്ടാവുമായി ചർച്ച തുടങ്ങാൻ ഇതാണ് നിങ്ങൾക്കുള്ള ദിവസം എന്നതിനാൽ നിങ്ങൾക്ക് മറ്റുള്ള തൊഴിൽ സാധ്യതകൾ നോക്കുമ്പോൾ നിങ്ങൾ അതിശയിക്കുന്നുണ്ടാവാം. ഇതുപോലെ നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ സ്കൂളിലെ പഠന സാധ്യതകൾ തിരഞ്ഞെടുക്കുമെന്നതിൽ അതിശയിക്കുന്നത് പോലെ ഒരു ഉപദേഷ്ടാവിനോട് ചർച്ച ചെയ്യാൻ ഇതും ഒരു നല്ല ദിവസമാണ്. ഇന്ന് ഒരു വിദഗ്ധനോട് ഉപദേശം തേടുന്നത് നിങ്ങളെ ഒരു നല്ല ദിശയിലേക്ക് നയിക്കും. ക്യാൻസർ ഫൈനാൻസ്. ഇന്ന് ലാഭത്തിന്റെ ദിനമാണ്. വളരെയധികം പണം വന്നു ചേരും. ഈ നല്ല സമയം ഉപയോഗിച്ച് കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുക. നല്ല അടിത്തറയുള്ള കൂടുതൽ നിക്ഷേപങ്ങൾ. ഊഹാഭോഗങ്ങൾക്കനുസരിച്ച് നിക്ഷേപിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ വിളിക്കനുസരിച്ച് വിധിന്യായം നടപ്പാക്കുക. അങ്ങനെയെങ്കിൽ ചിലവാക്കുവാനായി കൂടുതൽ പണം നിങ്ങളെ തേടിയെത്തും. ക്യാൻസർ ഹെൽത്ത്. വളരെ ഗൗരവമേറിയ ഒരു അസുഖം നേരത്തെ തിരിച്ചറിയുന്നതിനാൽ അതിലെ മരുന്നുകളും ഭക്ഷണ വ്യവസ്ഥയിലെ ചില മാറ്റങ്ങളും ഉപയോഗിച്ച് മാറ്റിയെടുക്കുവാൻ കഴിയും. അതേസമയം നല്ല ആരോഗ്യം ആസ്വദിക്കുവാനായി ശാരീരികമായി എന്തെങ്കിലും അധ്വാനങ്ങൾ വേണ്ടി വന്നിരുന്നാൽ അതും ചെയ്യുക. ഇന്ന് ആരോഗ്യത്തിന് മുൻതൂക്കം കൊടുക്കുക. ദീർഘകാലത്തിൽ അതിന്റെ ഗുണം നിങ്ങളറിയും. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഇല്ലെന്ന നിലപാടെടുക്കരുത്. ലിയോ ഓവർവ്യൂ. നിങ്ങളുടെ കഴിവിനനുസരിച്ച് നല്ല ചില അവസരങ്ങൾ നിങ്ങൾക്ക് അനുവദിച്ചേക്കാം. അതും വിദ്യാഭ്യാസപരമായ അവസരങ്ങളായിരിക്കും. ഒരു കാരണവശാലും ഇതുപോലെ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്തരുത്. ലിയോ റൊമാൻസ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ബന്ധത്തിന്റെ ശരിയായ സ്ഥിതി മനസ്സിലാക്കുക. അനുരാഗത്തിന് പറ്റിയ സമയമായിരിക്കയില്ല ഇത്. നിങ്ങളുടെ പങ്കാളിക്ക് പൂർണ്ണ സന്തോഷമില്ലെന്ന് കാണിക്കൂ. നിങ്ങളിൽ നിന്നും പിന്തിരിയുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾക്ക് ഉടനെ എന്തെങ്കിലും പ്രതിവിധികൾ കാണുക. അത് പിന്നീടുള്ള ഹൃദയവേദന ഒഴിവാക്കുവാൻ സഹായിക്കും. നിങ്ങളുടെ പങ്കാളിക്ക് സത്യമായും സന്തോഷമുണ്ടോ എന്ന് ചോദിക്കുന്നതും നല്ലതായിരിക്കും. ലിയോ കരിയർ. ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പാരിതോഷികങ്ങൾ നിങ്ങളുടെ അധ്വാനത്തിനനുസരിച്ചിരിക്കും. നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളെ പരീക്ഷയെക്കുറിച്ച് ഇന്ന് നിങ്ങളിൽ ആകാംക്ഷയുണ്ടാക്കും. എന്നാൽ നിങ്ങൾ നന്നായി അധ്വാനിച്ചിരിക്കുന്നുവെന്നതും നിങ്ങളുടെ കഴിവിന്റെ പരമാവധി തയ്യാറെടുപ്പിനായി നൽകിയിരിക്കുന്നുവെന്നതും ഓർക്കുക. വിജയിക്കണമെന്ന ഒരൊറ്റ ആഗ്രഹം മാത്രം മുൻനിർത്തി നിങ്ങൾ അധ്വാനിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തൃപ്തികരമാകും വിധത്തിലുള്ള ഫലവും പ്രതീക്ഷിക്കാം. ലിയോ ഫൈനാൻസ്. നിങ്ങളുടെ തന്നെ ബുദ്ധിപൂർവമല്ലാത്ത തിരഞ്ഞെടുപ്പ് വഴി വരുന്ന സാമ്പത്തിക നഷ്ടങ്ങളെ ഇന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അധികമായി ചിലവഴിക്കാനുള്ള പണത്തിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ ചില്ലറ ചിലവുകൾക്കായി ചിലവാക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ദൈനംദിന ചിലവുകൾ ബുദ്ധിപൂർവം ചെയ്യുക. അങ്ങനെ നാളെ വരുന്ന ചില ചിലവുകൾക്കായി നിങ്ങൾക്ക് കുറച്ച് നീക്കിയിരിപ്പുണ്ടാക്കുക. ലിയോ ഹെൽത്ത്. അനുഭവിക്കുന്ന നെഞ്ചുവേദന അല്ലെങ്കിൽ തൊണ്ടയിലെ അസുഖങ്ങൾ എന്നിവ നിസ്സാരമാക്കരുത്. അവ ചെറുതാണെങ്കിൽ ആവശ്യത്തിന് വിശ്രമിക്കുന്നുവെന്നും ആവശ്യത്തിന് ആരോഗ്യകരമായ പാനീയങ്ങൾ കഴിക്കുന്നുവെന്നും ഉറപ്പുവരുത്തുക. സ്ഥിതി മോശമാകുകയാണെങ്കിൽ ഒരു ഡോക്ടറുടെ ഉപദേശം തേടുക. മൊത്തത്തിൽ പറഞ്ഞാൽ ശ്വാസോച്ഛ്വാസ സംബന്ധിയോ തൊണ്ട സംബന്ധിയോ ആയ അസുഖങ്ങളുണ്ടെങ്കിൽ അവയെ വെച്ച് വൈകിക്കരുത്. വെർഗോ ഓവർവ്യൂ.
ഇന്ന് നിങ്ങൾ വീട്ടിൽ തൃപ്തികരമായ ദിവസം ചിലവഴിക്കും. എത്രമാത്രം പ്രാധാന്യമുണ്ട് കുടുംബജീവിതത്തിന് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാതെ കഴിഞ്ഞ കാലങ്ങളിലെ കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുകയായിരിക്കും. Virgo, romance. ജോലിസ്ഥലത്തെ ഒരാളോട് ആകർഷണം തോന്നുകയും അവരുമായി ശൃംഗരിക്കുവാൻ താല്പര്യം തോന്നുകയും ചെയ്യും. എന്നിരുന്നാലും ഒരു സുഹൃദ്ബന്ധം എന്നതിലുപരി നിങ്ങളുടെ വികാരം തിരിച്ചു വരില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഹൃദയം വരയ്ക്കുന്ന വര ഏതെന്നതിനെക്കുറിച്ച് നല്ല ഉറപ്പുണ്ടാകുക, അല്ലെങ്കിൽ പിന്നീട് വേദനിക്കും. Virgo, career. ജോലി സംബന്ധമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സ്ത്രീകൾക്ക് ഇന്ന് നല്ല ദിവസമായിരിക്കും. അവിചാരിതമായ ചില നല്ല ഫലങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയുണ്ട്. ഇത് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ഇന്നത്തെ ഗ്രഹസ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഇച്ഛാഭംഗം വേണ്ട. Virgo, finance. നിങ്ങൾ നിങ്ങളുടെ വീട് പുതുക്കിപ്പണിയുവാനുള്ള അല്ലെങ്കിൽ അതിലും ഉപരിയായി പുതിയതൊന്ന് വാങ്ങുവാനുള്ള തീരുമാനമെടുക്കുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടേതല്ലാത്ത ഒരു വീടിനായി പണം മുടക്കുവാനും നിങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ കുട്ടികൾ താമസിക്കുന്നിടം ഒന്നുകൂടി വിപുലപ്പെടുത്തുവാൻ തീരുമാനിച്ചേക്കാം. ഈ വക കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുവാൻ പറ്റിയ ദിനമാണിന്ന്. കാരണം ഇച്ഛാനുസൃതമായത് ലഭിക്കുമെന്നത് തന്നെ. Virgo, health. ദുസ്വപ്നങ്ങൾ ഈയിടെയായി നിങ്ങളെ അലട്ടുന്നു. അതുകൊണ്ട് തന്നെ ഈ ദുസ്വപ്നങ്ങളെ വരുതിയിൽ നിർത്തുവാനായി മാനസിക പിരിമുറുക്കം കുറയ്ക്കുക. പകൽ സമയത്തെ പിരിമുറുക്കത്തിന്റെ ഫലമാണ് ഈ രാത്രിയിലെ ദുസ്വപ്നങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ പിരിമുറുക്കം കുറയ്ക്കാമെങ്കിൽ രാത്രിയിൽ നന്നായി ഉറങ്ങാം. Libra, overview. ഇന്ന് നീ വിചാരിക്കുന്ന രീതിയിൽ ഒരു കൂട്ടുകാരനെ വേണം. ചിലപ്പോൾ ആ കൂട്ടുകാരൻ നിന്ന് സഹായങ്ങൾ ലഭിച്ചേക്കാം. സഹായം ചോദിക്കുന്നതിന് വേണ്ടി നാണക്കെടേണ്ട കാര്യമില്ല. കാര്യമായ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിനാലാണ്. എങ്കിൽ മാത്രമേ ഉറച്ച ഒരു സൗഹൃദം ഉണ്ടാവുകയുള്ളൂ. നിനക്ക് എളുപ്പത്തിൽ അവരെ സഹായിക്കാൻ കഴിയും. ഇതുപോലെ തന്നെ അവർ നിന്നെയും സഹായിക്കും. Libra, romance. നിങ്ങളുടേതാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ ഒരാലോചന പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ ഇതുണ്ടാകും. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും ആശ്ചര്യമായും അനുരാഗപൂർണവുമായിരിക്കും അത് വരുന്നത്. നിങ്ങളുടെ ആവേശം കാണിക്കുക, ശരി ഉത്തരം നൽകുക. Libra, career. ഈ സമയം നിങ്ങളുടെ എതിരാളികളുമായി നിങ്ങൾ മത്സരത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കെതിരായുള്ള അവരുടെ കൗശല പ്രവർത്തനം പുരോഗമിക്കും. അതിനാൽ നിങ്ങളുടെ ജോലിയെല്ലാം ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. എന്നതിനൊപ്പം നിങ്ങളെ മോശമായി ആരെങ്കിലും ചിത്രീകരിച്ച് നിങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ കഴിയില്ലെന്നും നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ കളിയിൽ ഇന്ന് നിങ്ങൾ മുന്നിലെത്തേണ്ടതുണ്ട്. നിങ്ങൾ അലംഭാവമുള്ളവനായി തീരരുത്. Libra, finance. സ്വയം സന്തോഷിപ്പിക്കുക എന്നതാണ് നിങ്ങൾക്ക് പ്രധാനം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ ചീത്തയാക്കുവാനുള്ള ഒരവസരവും ഇന്ന് നഷ്ടപ്പെടുത്തത്തില്ല. ഇത്രയും കാലത്തെ കഠിനാധ്വാനത്തിന് നിരന്തര പരിശ്രമത്തിനും ശേഷം നിങ്ങളത് അർഹിക്കുന്നുമുണ്ട്. മുന്നോട്ടു പോയി അതിൽ വ്യാപൃതനാകുക. എന്നാൽ അമിത വ്യയത്തിൽ കടം വരുത്താതെ സൂക്ഷിക്കുക. Libra, health. ഈയിടെയായി നിങ്ങൾ അനുഭവിച്ചു വരുന്ന മാനസിക പിരിമുറുക്കം കാരണം നിങ്ങൾ അനാരോഗ്യകരമായ ഭക്ഷണം കുറേയേറെ കഴിച്ചു. അതിന് ഇന്നത്തെ ഏക പ്രതിവിധി കുറച്ചു കൂടുതൽ വ്യായാമം ചെയ്യുക മാത്രമാണ്. കാലത്ത് നടക്കാനിറങ്ങുമ്പോൾ കുറച്ചു കൂടുതൽ നടക്കുക, അല്ലെങ്കിൽ ട്രെഡ്മില്ലിൽ ഒരു 5 മിനിറ്റ് കൂടുതൽ. രണ്ടായാലും ഇന്നത്തെ ദിനം നിങ്ങളുടെ മടങ്ങിവരവിനുള്ളതാകട്ടെ. Scorpio, overview. ഇന്ന് നീ വ്യാകുലതകൾ ഉള്ള വ്യക്തിയാണ്. ക്ഷമയായും സമാധാനമായും ചിന്തിച്ച് വ്യാകുലതകൾക്ക് പിന്നാലെ കാരണവും എന്തുകൊണ്ട് ഇത്രയധികം അലട്ടുന്നുവെന്ന് കണ്ടെത്തുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ കൂട്ടുകാരുമായോ വീട്ടുകാരുമായോ പങ്കുവയ്ക്കുകയാണെങ്കിൽ മനസ്സും പ്രവൃത്തിയും നന്നാക്കാൻ പറ്റും. Scorpio, romance. അനുരാഗത്തിനായി ഒരു പങ്കാളിയെ വിജയമില്ലാതെ നിങ്ങൾ കുറച്ചു കാലമായി അന്വേഷിക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. ഈ രംഗത്ത് ശുഭകരമായ വികാസങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. നിങ്ങൾ നേരത്തെ ഉപേക്ഷിച്ച ഉപാധികൾ എടുക്കൂ. എല്ലാ വഴികളും വീണ്ടും തിരഞ്ഞ് പുതിയ മാർഗദർശനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുക. നിങ്ങളുടെ കണ്ടുപിടുത്തത്തിൽ നിങ്ങൾ ആശ്ചര്യപ്പെട്ടിരിക്കാം. Scorpio, career. നിങ്ങൾ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഔദ്യോഗിക ഉന്നമനത്തിനുതകുന്ന ഒരു പോംവഴിയുമായി ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടും. നിങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്നവരുമായി നല്ല ബന്ധം പുലർത്തുക. കാരണം ഇതിലേത് ബന്ധമാണ് നാളെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുക എന്നറിയില്ലല്ലോ. ഓഫീസിൽ ഇന്ന് ഏറ്റവും നന്നായി പെരുമാറുവാനും ശ്രദ്ധിക്കുക. Scorpio, finance. അടുത്ത കാലത്തായി നിങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു നല്ല കാര്യത്തിന് സംഭാവന നൽകുവാൻ പറ്റിയ ദിനമാണിന്ന്. നല്ല കാര്യങ്ങൾ പലതുമുണ്ട്. അടുത്ത കാലത്തായി നിങ്ങൾക്ക് തോന്നുന്ന ഈ ദയ ആർക്കെങ്കിലും വലിയ ഉപകാരമാകും. ദാനം ചെയ്യുന്നതുമായി സഹകരിക്കുന്നതിലുള്ള ആഹ്ലാദം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. Scorpio, health.
കുറച്ചു കാലമായി നല്ല ആരോഗ്യസ്ഥിതിയിലല്ലെന്ന തോന്നലിൽ നിന്നും കരകയറി ഇന്ന് നിങ്ങൾക്ക് ഉന്മേഷവും ആശ്വാസവും തോന്നും. ഇന്നത്തെ ദിനം വ്യായാമത്തിൻ്റെതാകട്ടെ. ചില പ്രത്യേക മാംസപേശികളെ തിരഞ്ഞെടുത്ത് അവയ്ക്ക് വേണ്ട വ്യായാമങ്ങൾ കൊടുക്കുക. എന്നാൽ മാംസപേശികൾക്ക് അമിത വ്യത കൊടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. വ്യായാമത്തിന് മുമ്പും പിമ്പും ആവശ്യത്തിന് സ്ട്രെച്ചിങ് ചെയ്തുവെന്ന് ഉറപ്പുവരുത്തുക. Sagittarius. Overview. ഇന്നത്തെ വീട്ടിലെ അന്തരീക്ഷം സന്തോഷവും ആനന്ദവും നിറഞ്ഞതായിരിക്കും. സാധാരണ ചിലവഴിക്കുന്നതിനേക്കാൾ നിങ്ങൾ ഇന്ന് കുടുംബവുമായി കൂടുതൽ സമയം ചിലവഴിക്കുകയും കൂടുതൽ സമയം സംസാരിച്ചും ചാറ്റ് ചെയ്തും നിങ്ങൾക്കിടയിലെ ബന്ധം ദൃഢപ്പെടുത്തും. Sagittarius. Romance. നിങ്ങളിൽ ചിലർ ഇന്ന് ഓഫീസിലെ ആരിലെങ്കിലും അവിചാരിതമായി ആകൃഷ്ടമാകും. ഈ വ്യക്തി നിങ്ങളുടെ മേലാളിൽ ആരെങ്കിലുമെന്ന് ഉറപ്പുവരുത്തുക. കാരണം അങ്ങനെയാണെങ്കിൽ ഈ ബന്ധം നിങ്ങളുടെ തൊഴിലിനെ ബാധിച്ചേക്കാം. ഈ വ്യക്തി മറ്റൊരു വകുപ്പിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് എന്തുകൊണ്ട് കൂടുതൽ അറിഞ്ഞുകൂടാ? ജോലിയുടെ ഭാഗമെന്നോണം കുറച്ച് ഇമെയിലുകൾ അല്ലെങ്കിൽ സംഭാഷണങ്ങൾ കൈമാറ്റം ചെയ്യൂ. Sagittarius. Career. നിങ്ങളുടെ കഴിവുകൾ നിങ്ങളെ വളരെ നല്ല ജോലിയിലെത്തിക്കും. നിങ്ങളുടെ രംഗത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കും. ഇതിനോടൊപ്പം നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കായി ആകാവുന്നതൊക്കെ ചെയ്യുക. നിങ്ങളുടെ ദീർഘകാല അതുപോലെ ഹ്രസ്വകാല ലക്ഷ്യങ്ങളെക്കുറിച്ച് പുനരവലോകനം ചെയ്യുവാനും ഈ സമയം ഉപയോഗപ്പെടുത്തുക. Sagittarius. Finance. നിങ്ങൾക്ക് ദീർഘകാലമായി കിട്ടാനുണ്ടായിരുന്ന പണം ഇന്ന് ലഭിക്കും. അതുകൊണ്ട് തന്നെ കയ്യിൽ ധാരാളം പണം എളുപ്പം വന്നു ചേരുകയും ചെയ്യും. ഇത് ഒരു ആശ്വാസമാകും. കാരണം നിങ്ങൾ നിങ്ങളുടെ ബജറ്റിലെ കുറച്ച് മാർദ്ദവത്വം ആഗ്രഹിക്കുകയായിരുന്നു. ഈ പണം വെറുതെ ചിലവാക്കാതിരിക്കുക. നേരെ ബാങ്കിൽ നിക്ഷേപിച്ച് മറന്നു കളയുക. ഇന്ന് യാഥാസ്ഥികനാകാനുള്ള ദിനമാണ്. Sagittarius. Health. ഈയിടെയായി നിങ്ങളെ അലട്ടിയിരുന്ന ചെറിയ ദഹന സംബന്ധിയായ അസുഖത്തിൽ നിന്നും ഇന്ന് നിങ്ങൾ പുറത്തു കടക്കുന്നു. എന്നിരുന്നാലും നിങ്ങൾ എന്ത് കഴിക്കുന്നുവെന്നതിനെക്കുറിച്ചും അതെവിടെ നിന്ന് ലഭിക്കുന്നതിനെക്കുറിച്ചും ശ്രദ്ധയുണ്ടായിരിക്കണം. ഭക്ഷണരീതിയിലുള്ള മാറ്റങ്ങൾ വഴിയേ നിങ്ങൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഭാവിയിൽ ദഹനക്കേടുകളിൽ നിന്നും മോചനം ലഭിക്കുകയുള്ളൂ. Capricorn. Overview. ഇന്നുള്ള നിന്റെ സന്തോഷത്തിന്റെ കാരണം നിന്റെ അടുത്ത ബന്ധുവാണ്. അവരുടെ സഹായവും ഉപദേശവും നിനക്ക് ഇപ്പോൾ അത്യാവശ്യമാണ്. അത് നിനക്കുള്ള വെല്ലുവിളികളെ നേരിടാനാകും. ഇന്ന് നിനക്ക് തോന്നും താൻ എത്ര ഭാഗ്യവാനാണ് എന്ന്. അതുകൊണ്ടാണ് നിനക്ക് ഇത്ര സഹായം കിട്ടുന്നത്. അതിനാൽ നിന്റെ ചുറ്റിനുമുള്ളവരോട് എപ്പോഴും കടപ്പെട്ടിരിക്കണം. Capricorn. Romance. നിങ്ങൾക്കും പങ്കാളിക്കും ഒരുമിച്ചുള്ള ഹോബികൾ ഇന്ന് പരസ്പര കൂട്ടുകെട്ട് ആസ്വദിക്കാൻ കാരണമുണ്ടാക്കും. ഒന്നിച്ച് പ്രവൃത്തികൾ ചെയ്യുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കും. നിങ്ങളുടെ ശരിയായ വികാരങ്ങൾ തുറന്നു പറയുവാനും നിങ്ങളുടെ പങ്കാളിക്ക് അവരെ നിങ്ങൾ തഴയുന്നുവെന്ന തോന്നൽ ഉണ്ടാകാതിരിക്കുവാനും ഈ സമയം വിനിയോഗിക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതികരണം ഒന്നു മാത്രം മതി നിങ്ങൾ ശരിയായ ദിശയിലാണോ എന്നറിയുവാൻ. Capricorn. Career. ഇന്ന് നിങ്ങൾക്ക് ചുറ്റിലുമുള്ളവരെല്ലാം നിങ്ങളെ പുകഴ്ത്തുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിന്ന് നെഞ്ചുവിരിച്ച് നടക്കാം. ഔദ്യോഗിക രംഗത്തും വ്യക്തിജീവിതത്തിലും കാര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള നിങ്ങളുടെ പ്രയത്നം ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ കഠിനാധ്വാനത്തിന്റെ ഫലം ആസ്വദിക്കുക. Capricorn. Finance. നിങ്ങൾ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങളോട് ഒരു വിദേശ യാത്രയ്ക്കുള്ള നിർദ്ദേശം വന്നേക്കാം. നിർഭാഗ്യവശാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ യാത്ര ഗുണകരമാകില്ലെന്ന് മനസ്സിലാക്കുക. ഈ യാത്രയിൽ നിന്നും ഉണ്ടായേക്കാവുന്ന ചില പ്രസ്താവങ്ങൾ ഒരു ഘട്ടത്തിൽ നടപ്പാകാതെ പോകും. അതുകൊണ്ട് തന്നെ ഈ സംരംഭത്തിലെ പ്രവൃത്തികളിൽ അമിത പ്രതീക്ഷയരുത്. Capricorn. Health. വിപരീതമായി ചിന്തിക്കൂ. അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് കൂടുതലായാൽ അത് ആരോഗ്യത്തെ ബാധിക്കും. ഇത് നിങ്ങൾക്ക് ഹാനികരമാകുക മാത്രമല്ല നിങ്ങൾക്ക് നല്ല സ്വാസ്ഥ്യം നൽകുന്നത് തടയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും പുറത്തു കടക്കുന്നത് നല്ല ആരോഗ്യം ആസ്വദിക്കുവാൻ സഹായിക്കും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വരുതിയിൽ നിർത്തുക. എങ്കിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതിൽ അത് വളരെ നിർണായകമായ പങ്കുവഹിക്കും. Aquarius. Overview. നിങ്ങളുടെ ഭൗതികമായ അറിവിന്റെ പ്രസരണം വളരെ കൂടുതലാണ്. ഇന്ന് അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ മാറ്റിവെക്കാത്തതുമാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിന് മുൻതൂക്കം നൽകി എല്ലാം സംഭവിക്കുന്നതിന് പദ്ധതിയിടുക. അതിനായി മാനസികമായും നിങ്ങളുടെ എല്ലാ കഴിവും ഉപയോഗിക്കുക. അതുകൊണ്ട് നിന്റെ പാതയിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളും കടമ്പകളും ആത്മവിശ്വാസത്തോടെ വിജയിക്കും. Aquarius. Romance. നിങ്ങൾ സ്നേഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തലിലാണ് നിങ്ങളുടെ ജീവിതമെന്ന് ഇന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ചും ഇതേ സമയം നിങ്ങൾക്ക് വ്യക്തമായ ബോധമുണ്ടായിരിക്കണം. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തലിൽ സമയം മുഴുക്കെ ചെലവാക്കരുത്.
നിങ്ങളുടെ അനുരാഗ പങ്കാളിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് വരണമെന്നേ ഉള്ളൂ. കുടുംബജീവിതവും അനുരാഗ ജീവിതവും തമ്മിൽ ഒരു സമന്വയത്തിന് ശ്രമിക്കുക. Aquarius. കരിയർ. നിങ്ങളുടെ കുറഞ്ഞ ഊർജ്ജനില ഔദ്യോഗിക രംഗത്തെ ചില തടസ്സങ്ങൾക്ക് കാരണമാക്കും. ഈ മാനസിക നില ചില ഔദ്യോഗിക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വളരെ വ്യക്തമായി തന്നെ കാണാനാകും. ശാന്തമായിരിക്കുക, കാരണം തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് വിവരങ്ങളുടെ ആവശ്യമുണ്ട്. നിങ്ങളുടെ പക്കൽ സമയമുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതുവരേക്കും കാത്തിരിക്കുക. Aquarius. ഫൈനാൻസ്. ലോട്ടറിയിൽ പങ്കെടുക്കുന്നത് നിർത്തേണ്ട. പെട്ടെന്നുള്ള അവിചാരിതമായ ഒരു സാമ്പത്തിക ലാഭം ഇന്നുണ്ടാകുമെന്ന് കാണുന്നു. ഇന്ന് ഭാഗ്യദേവത നിങ്ങളോടൊത്താണെന്ന് കാണാം. അതിനർത്ഥം നിങ്ങൾ ഓടിച്ചെന്ന് നിങ്ങളുടെ ജോലി രാജിവെക്കണമെന്നല്ല. മുൻപ് പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക രംഗത്തെ വലിയൊരു നേട്ടത്തിനായി കണ്ണുകൾ തുറന്നു വെക്കുക എന്നു മാത്രം. Aquarius. ഹെൽത്ത്. ആരോഗ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നല്ല വാർത്തകളുണ്ട്. സുഹൃത്തുക്കളുടെ നിർബന്ധവും ദൃഢനിശ്ചയവും കൊണ്ട് നിങ്ങൾ മദ്യപാനശീലം ഒഴിവാക്കും. ഇത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല, മൊത്തത്തിൽ നിങ്ങളുടെ സ്വാസ്ഥ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. Pisces. ഓവർവ്യൂ. നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതരുമായി ഈ ദിവസം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങൾ അവരുമായുള്ള അടുപ്പത്തിൽ കൂടുതൽ സന്തോഷവും സ്നേഹവും പ്രകടമാക്കും. നിങ്ങൾ നിങ്ങളുടെ പ്രിയതരുടെ അടുപ്പം കാണിക്കുന്നതിൽ ശ്രദ്ധയുള്ളവനായിരിക്കണം. Pisces. റൊമാൻസ്. പങ്കാളിയുമായി ഇന്ന് അനാവശ്യ സ്വരച്ചേർച്ച ഇല്ലായ്മയ്ക്ക് അവസരമുണ്ടാക്കരുത്. ഇന്ന് സാധാരണയിൽ കവിഞ്ഞ പിരിമുറുക്കമുണ്ടാകുമെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ മനസ്സ് ശാന്തമാക്കി വെച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ക്ഷമയോടെ ഇരിക്കുക. ഒന്നോർക്കുക, തെറ്റ് ചെയ്യാത്തവർ ആരുമില്ല. നമ്മുടെ പങ്കാളിയെ സ്നേഹിക്കേണ്ടതും നിധി പോലെ കാത്തു സൂക്ഷിക്കേണ്ടതും. Pisces. കരിയർ. ഒരു തൊഴിൽ വിദഗ്ധന്റെ തൊഴിൽ സംബന്ധിയായ സേവനങ്ങൾ ലഭിക്കാനുള്ള പ്രവണത നിങ്ങൾ ഇന്ന് കാണിക്കും. നിങ്ങളുടെ തെരഞ്ഞെടുക്കലുകൾ, ലക്ഷ്യങ്ങൾ എന്നിവ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഈ വ്യക്തി സഹായിക്കും. നിങ്ങൾ ശരിയായ ഉപദേശകനെ തിരഞ്ഞെടുത്തെന്ന് തീർച്ചപ്പെടുത്തുക. അതിനാൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായ ഉപദേശങ്ങൾ ലഭിക്കും. Pisces. ഫൈനാൻസ്. ഇന്ന് നിങ്ങൾ ഗാനങ്ങളുടെ CD അല്ലെങ്കിൽ ചെറിയ ഒരു ജുവലറി പോലുള്ള എന്തെങ്കിലും ഒരു ആഡംബര വസ്തു വാങ്ങും. ഇവ വളരെ വിലപിടിപ്പുള്ളവയല്ല, എന്നാൽ ഇവ നിങ്ങൾക്ക് കുറച്ചു നേരത്തേക്കെങ്കിലും കുറച്ച് സന്തോഷം നൽകും. എന്നാൽ അമിതമാകരുത്. ക്രെഡിറ്റ് കാർഡ് അധികം ഉപയോഗിക്കരുത്. എങ്കിൽ നിങ്ങൾക്ക് ഈ കടം പെട്ടെന്ന് വീട്ടുവാനാകും. ആനന്ദിക്കുക. Pisces. ഹെൽത്ത്. മുടികൊഴിച്ചിലായിരുന്നു നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഇന്നു മുതൽ അത് കുറയുന്നതായി അനുഭവപ്പെടും. തീർച്ചയായും ഇതൊരു നല്ല മാറ്റമാണ്. ഈ നല്ല മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് സന്തോഷിക്കാം. നിങ്ങളുടെ ശാരീരിക സൗന്ദര്യത്തെക്കുറിച്ചും അതുപോലെ മൊത്തത്തിലുള്ള നിങ്ങളുടെ നല്ല ആരോഗ്യത്തെക്കുറിച്ചും.